എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മുടെ അതിഥികളെ പരിചയപ്പെടുത്തി. ഞാൻ ആൻ്റണി ജോൺ, പേര് പറഞ്ഞു. ഞാൻ ബേസിക്കലി കളിയെഴുത്ത് ഇഷ്ടപ്പെടുന്ന ആളാണ്, പ്രത്യേകിച്ച് ഫുട്ബോൾ. കളിയെഴുത്തിൻ്റെ ഇടയിൽ കൂടെ പിന്നെ കളിനറി എഴുത്ത് കയറി വന്നതാണ്. അത് പാചകം ചെയ്യാൻ ഇഷ്ടമുള്ളതും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ഞാൻ ഈ വേദിയിൽ വന്നത്. എൻ്റെ സംസാരം കേൾക്കാനല്ല, നമ്മുടെ പാനലിസ്റ്റുകളുടെ ഗസ്റ്റിൻ്റെ സംസാരം കേൾക്കാനാണ് നമ്മൾ താല്പര്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് 50 മിനിറ്റ് തന്നിരിക്കുന്നത്. ശരിക്കും പ്രഷർ കുക്കറിൻ്റെ സഹായമില്ലാതെ നാട്ടുഭാഷയിൽ അല്ലെങ്കിൽ നാട്ടുരീതിയിൽ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാനുള്ള സമയം 50 മിനിറ്റ് അത് തന്നെ പോരാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഭക്ഷണത്തിൻ്റെ കാര്യമാകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പം നമ്മൾ തുടങ്ങുന്നു. സാധാരണ ഹോർത്തൂസിലെ മറ്റ് ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വളരെയധികം സാഹിത്യപരമല്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് ചരിത്രമുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോ ഭക്ഷ്യവിഭവവും അത് ചരിത്രത്തിൻ്റെ ഒരു ചെറിയ കുറിപ്പാണ്, അതൊരു ഡോക്യുമെൻ്റാണ്, അത് ഓർമ്മയാണ്, അത് സ്നേഹമാണ്, അത് ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതാണ്, ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ കൊച്ചിയാണ് ഇന്നത്തെ വിഷയം, കൊച്ചിയിലെ വിഭവങ്ങളാണ് വിഷയം. അതിന് പറ്റിയ ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കൊച്ചിക്കാരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൊച്ചിക്കാരുടെ സ്വഭാവം പുട്ട് പോലത്തെ സ്വഭാവമാണെന്ന് പറയും. പുട്ട് അറിയാമല്ലോ, പുട്ട് എന്തിൻ്റെ കൂടെയും ചേരും. ഇന്ന് രാവിലെ പുട്ട് കഴിക്കണമെന്ന് ഓർത്തിട്ട് പക്ഷേ പുട്ട് കിട്ടിയില്ല, ഉപ്പുമാവാണ് കഴിച്ചത്. പുട്ട് എന്തിൻ്റെ കൂടെയും ചേരും. പുട്ട് പരിപ്പിൻ്റെ കൂടെ ചേരും, പുട്ടും കടലക്കറി എന്ന് പറയും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പുട്ട് പരിപ്പും, കുറച്ച് പരിപ്പും ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ കൈ തൊട്ടാൽ അലിയുന്ന ഒരു കഷ്ണം ഹലുവ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ കോമ്പിനേഷൻ പുട്ടിനില്ല. ഈ കൊച്ചിക്കാർ പുട്ട് പോലെയാണ്, എന്തിനോട് ഇണങ്ങും, എന്തിനേയും സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചാണ് കൊച്ചിയുടെ കുസീഞ്ഞ ഇത്ര അധികം നിറഞ്ഞത്, ഇത്ര വൈവിധ്യമായതൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാലുണ്ട്. അതെല്ലാം അപ്പോൾ നമ്മളിത് പൂർണ്ണമായ ഒരു ചരിത്ര സംഭവമാക്കി എടുക്കുന്നില്ല. നമ്മളിതിൻ്റെ അകത്ത് ചരിത്രത്തോടൊപ്പം സ്വാഭാവികമായും ഈ സെഷനും മറ്റ് സെഷനുകളായിട്ടുള്ള ഓപ്പൺ സെഷനിൽ ഈ സെഷൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ എൻ്റെ പോളിസി എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് 12 മണിയായി, ഊണുകാലമായി, നമുക്ക് ഈ സമയത്ത് വിശക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, വായിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഭക്ഷണം രുചിക്കുകയും കൂടി വേണം. നാവിൻ്റെ തുമ്പത്താണ്. അപ്പോൾ സാധാരണ ഇതിൽ ഷെഫ്മാരൊക്കെ പറയും ഒരു തുള്ളി പഞ്ചസാര അല്ലെങ്കിൽ ഒരു മധുരം ഒരു തുള്ളി നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് വെച്ചാൽ ബോഡി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. സയൻറ്റിഫിക്കലി അത് ശരിയല്ല, പക്ഷേ അത് നമ്മുടെ വികാരപരമായി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ തന്നാൽ ഇങ്ങനെയൊക്കെ ശരീരത്തിൽ ഉണ്ടാകും എന്ന് സങ്കല്പിക്കുന്നതാണ് എൻ്റെ ഒരു സുഖം. അതുകൊണ്ട് ഈ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഇവിടെ ഇരിക്കുന്ന കൂടുതലും സ്ത്രീജനങ്ങളാണ് ഈ പാനലിസ്റ്റുകളിൽ. അപ്പം അവർ ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയാണ് ഇവിടെ തുറക്കാൻ പോകുന്നത്. അടുക്കള തന്നെ രഹസ്യങ്ങളുടെ കലവറയാണ്. പുരുഷന്മാർക്ക് അധികം പരിചയമില്ലാത്ത കാര്യമാണ്, അപരിചിതമാണ്. അവരങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങട്ടെ. അപ്പോൾ ഫുഡ് ഈസ് ലവ് എന്നുള്ള ഒരു പോയിന്റും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരികയാണ്. കാരണം കൊച്ചിക്കാരെല്ലാവരും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. കൊച്ചിക്കാരല്ലാത്ത ആൾക്കാർ സദസ്സിലുണ്ടെങ്കിൽ മനസ്സിലാവും. കൊച്ചിയിൽ വന്നാൽ കൊച്ചിക്കാർ നിങ്ങളെ പാരവച്ച ചരിത്രം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പാഷനേറ്റ് ആയിട്ടുള്ള കുക്കിംഗ് എങ്ങനെയാണ്. ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ കൊച്ചിയുടെ വലിയ ചരിത്രകാരനാണ് ശ്രീ ബോണി തോമസ്. അതുപോലെ തന്നെ ഒത്തിരി, അതായത് ഫുഡ് കൾച്ചറിൻ്റെ ഗവേഷണം ഒത്തിരി നടത്തിയിട്ടുള്ളതാണ് ഡോക്ടർ ഡാനിയ. അതുപോലെ തന്നെ സറീന മാം അങ്ങനെ തന്നെയാണ്. വളരെ ചെറുപ്പത്തിൽ 10ാമത്തെ വയസ്സിൽ കുക്കിങ്ങിൽ പ്രൊഫഷണലായ ആളാണ്. നമ്മുടെ ഗോതുരത്തിൽ നിന്ന് വന്നേക്കുന്ന ഈ റോസമ്മ ചേച്ചി എന്ന് നമ്മളെല്ലാം വിളിക്കുന്ന റോസമ്മ പയ്യപ്പള്ളി. അപ്പോൾ കൊച്ചിയിൽ ഒരു ഫുഡ് കൾച്ചർ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഡൽഹി, കൊൽക്കത്ത, മുംബൈ എന്നൊക്കെ പറയുന്ന പോലെ ഫുഡ് സ്ട്രീറ്റുകളില്ല. അല്ലെങ്കിൽ ഡൽഹി ഒക്കെ പോട്ടെ, കൽക്കട്ടയൊക്കെ പോട്ടെ, നമ്മൾ അമൃത്സറും ലക്നൗ ഒക്കെ എടുത്ത് അവിടെയൊക്കെ ഫുഡ് സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ തന്നെ കൊച്ചിയുടെ കൾച്ചർ ഇങ്ങനെയൊക്കെ ആയി വന്നു. ഇതിൻ്റെ എല്ലാം കാര്യങ്ങളിലേക്കുള്ളൊരു അന്വേഷണവും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ പാനലിസ്റ്റുകൾ തയ്യാറായി കൊണ്ടുവന്നത് അത് രുചിക്കാനുള്ള അവസരം കൂടിയാണ്. അല്ലാതെ ഇത് കേട്ടിട്ട് പോകാനല്ല, നമ്മൾ ഇവിടെ ചില കാര്യങ്ങൾ രുചിച്ച് നോക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ലേഡീസ് ഫസ്റ്റ് എന്നായതുകൊണ്ട് ശ്രീ ബോണി തോമസ് ക്ഷമിക്കണം, ഞാൻ ആദ്യം നമ്മുടെ വനിതാ പാനലിസ്റ്റുകളിൽ നിന്ന് തുടങ്ങുകയാണ്. ഈ സെഷൻ്റെ പേരിട്ടേക്കണത് എരിവും മധുരവും എന്നാണ്. ഞാനതൊന്ന് തിരിച്ചിടുകയാണ്. കാരണം അവസാനത്തെ എരിവിൻ്റെ പുറത്ത് പിന്നെ മധുരം കയറില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാവ് അതിനെ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മധുരത്തിൽ നമ്മൾ തുടങ്ങുകയാണ്. ആ മധുരത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യം, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീമതി സറീന നമ്മളോട് ആദ്യം സംസാരിച്ച് തുടങ്ങുന്നു. Good afternoon. I am a 5th generation baker because it was my great grandfather
Ignatius Rosario, who in 1852 started one of India's first bakeries here in Cochin. അതുകൊണ്ട് കൊച്ചിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് പാരമ്പര്യത്തിൽ വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. ഓക്കെ, 5 തലമുറയ്ക്ക് ശേഷം ബേക്കിംഗ് ഒരു പ്രൊഫഷനായിട്ട് വീണ്ടും എടുത്ത് ഈ ഹെറിറ്റേജാണ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൻ്റണി പറഞ്ഞ പോലെ മധുരത്തിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം, ഇത്രയും വർഷം പഴക്കമുള്ളൊരു റെസിപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ് ഇറ്റ്. ഇതിൻ്റെ പുറയിൽ ദർ ഇസ് എ സ്മോൾ നഗറ്റ് ഓഫ് ഹിസ്റ്ററി ദാറ്റ് ഐഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. സോ the Dutch came to Fort Cochin in 1605 and started the Dutch East India Company. അവർ എന്ത് മേടിക്കാനാണ് കൊച്ചിയിൽ വന്നതെന്ന് ആർക്കെങ്കിലും പറയാവോ? ഒരു എക്സ്ട്രാ പീസ് കൊണ്ടുവന്ന സാധനം ഞാൻ തരാം. എന്ത്, വിച്ച് സ്പൈസ്? കുരുമുളകല്ല. കുരുമുളകല്ല. ഒരു നോ നോ നോ. ഇപ്പൊ എല്ലാം ആയി, ഗരം മസാലയിൽ എല്ലാം കൂട്ടുമായി. ഇതൊന്നും അല്ലാത്തൊരു സാധനം. ഇതൊന്നും അല്ലാത്തൊരു സാധനം തേടിയാണ് അവരിവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിന് മുമ്പ് 1605 VOC തുടങ്ങിയത് ഫോർട്ട് കൊച്ചിനിൽ. ഓക്കെ, അപ്പം ഞാൻ തന്നെ ഒരു എക്സ്ട്രാ പീസ് കഴിക്കാം. അവർ തേടി വന്നത് നട്ട്മെഗ് ആണ്, ജാതിക്ക. സോ ഞാൻ ഇന്നുണ്ടാക്കിയ സാധനം, ഇറ്റ്സ് നോൺ ആസ് ദ ബ്രൂദർ ബ്രെഡ്. ഇറ്റ്സ് ലൈക്ക് എ കേക്ക്. അത് ഇറ്റ് ഈസ് പെർഫ്യൂംഡ്. ഇറ്റ്സ് ഒരുപാട് നട്ട്മെഗ് ഉള്ള ഒരു എൻറിച്ച്ഡ് കേക്ക് പോലത്തെ ഒരു ബ്രെഡാണ്. അപ്പം ഞാൻ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ കയ്യിൽ നിന്ന് കേട്ട സ്റ്റോറീസ് അനുസരിച്ച് ഇവർ പലരും പഴയ ഓർമ്മ വെച്ചിട്ട് വന്ന് ഉണ്ടാക്കിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ബേക്കറിയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അതിൻ്റെ റെസിപ്പി ഇപ്പോഴും ഉണ്ട്. ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും ഇന്നത് ടേസ്റ്റ് ചെയ്യാനൊരു അവസരമുണ്ട്. ഒരു ചെറിയ കാര്യം പറഞ്ഞേക്കാം. അതായത് ഈ ജാതിക്കയുടെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്തായാലും പറയുക, ഒരു വളരെ സൈലൻ്റ് ആണ്, പക്ഷെ വളരെ കാമായിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഈ ജാതിക്കയുടെ. അത് അടുക്കളയിൽ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. പണ്ടത്തെ ഉപയോഗങ്ങളിലൊക്കെ ചില വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിക്ക മുഴുവനായും പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ മൊത്തം അങ്ങ് മാറും. അത് കുറയുന്നതനുസരിച്ച് ആ ഫ്ലേവറിൽ വേരിയേഷൻ വരും. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മണക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം. നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കുന്നത്. കാറ്റ് ഇപ്പോൾ കാര്യമായിട്ട് ഇല്ലെങ്കിൽ പോലും ഇത് മണക്കാൻ പറ്റുന്നുണ്ടോ എന്ന്, ഇത് മണത്തറിയാൻ പറ്റും. അതിൻ്റെ ഫ്ലേവർ ഒരു സൈലൻ്റ് ഇൻ്റർപ്രറ്ററാണ് ഈ ജാതിക്ക, നട്ട്മഗ് എന്ന് പറയുന്ന ഒരു സാധനം. അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൽ വരുന്നത്. അപ്പം അത് ജസ്റ്റ് എൻജോയ് ഇറ്റ് ആൻഡ് പ്ലീസ് കണ്ടിന്യൂ. Are you able to get this fragrance? Yes. So the spices are not added directly, by the way, into the dough. There is something special which is done, which is our family secret. So I hope you enjoy it. And yes, you are eating a piece of baking history that is very typical of Cochin. ഓക്കെ, നമ്മൾ ഡോക്ടർ ടാനിയയിലേക്ക് വരുന്നു. ഫുഡ് കൾച്ചറിൻ്റെ ഗവേഷകയാണ്. ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ഡോക്ടർ ടാനിയെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കാണും, കേട്ടിട്ടുണ്ടാവും. നമ്മളിവിടെ ഇപ്പോൾ യൂട്യൂബിന് അപ്പുറത്തൊക്കെ രാവിലെ എഴുന്നേറ്റിൽ ഇഡലിയുടെ പടമെടുത്ത് ഇടുന്ന ആൾക്കാരായപ്പോൾ ഞാനിന്ന് ഇഡലി കഴിക്കാൻ പോകുന്നു, കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബിന് അപ്പുറത്തേക്ക് നമ്മളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ്. Good afternoon. Thank you, Mr. Anthony. ഇപ്പോൾ യൂട്യൂബിന് അപ്പുറത്തെന്ന് പറഞ്ഞാൽ ഈ കര കയറി അപ്പുറത്തോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ. സോ ബേസിക്കലി വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിസ്റ്ററി, വി ആർ ടോക്കിംഗ് അബൌട്ട് ഹെറിറ്റേജ്, വി ആർ ടോക്കിംഗ് അബൌട്ട് ഫുഡ് കൾച്ചർ. അപ്പം നമ്മൾ ഈ നമ്മുടെ പാരമ്പര്യം എടുത്ത് നോക്കിയാൽ പാരമ്പര്യമായിട്ട് വന്നിരുന്ന ഒരു റെസിപ്പീസിൻ്റെ ഒരു ആർക്കൈവിംഗ് ഉണ്ട് നമുക്ക്. ആ ആർക്കൈവിങ്ങിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈ ഇൻട്രസ്റ്റ് ആസ് എ റിസർച്ചർ ഓർ ആസ് എ കൾച്ചർ റിസർച്ചർ. ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് വാട്ട് വി സീ, സ്മെൽ and even taste. There is so much more than that. When we talk about history, when we talk about heritage, we are talking about people's lives. We are talking about religion. We are talking about identity. ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു പീസ് ഓഫ്
ബ്രെഡാണ് ഇപ്പോൾ ബ്രൂദറും നിങ്ങൾ ഇപ്പോൾ രസിച്ച് കഴിക്കുന്ന വാട്ട് സെറീന ഹാസ് മെയ്ഡ്. അപ്പോൾ യൂട്യൂബിൻ്റെ അപ്പുറത്ത് നിന്ന് പറയുമ്പോൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ ഓഫ് അസ് ഇവിടെ നിൽക്കുന്ന പുറത്തും എല്ലാവരും വി ആർ ഓൾ ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് മെമ്മറീസ്, വെരി ഇമ്പോർട്ടൻറ്റ് ഹെറിറ്റേജ്, വെരി ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്ററി. അപ്പോൾ അതിലോട്ട് ഒരു ഡീപ്പായിട്ട് പോകണമെങ്കിൽ ഐ ടേക്ക് എ ലോങ് ടൈം, സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മേ ബി അതിലോട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് പറയാം. ദാറ്റ് ഇസ് ഓക്കെ. ഓക്കെ, ഇനി ബോണി തോമസ് സംസാരിക്കും. കാരണം വെച്ചാൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ കൊച്ചിയുടെ ഞാൻ ഒരു കാര്യം ടാനിയോട് ഇപ്പോൾ ചോദിക്കാം. അതായത് കൊച്ചിയിൽ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് കാര്യമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം, പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ. അത് കൂടുതലും ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ ഇത് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ മാസം ഗോവയിൽ പോയപ്പോൾ പാൻജിം സിറ്റിയിൽ ഒരു സുറിയാനി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കണ്ടു. അപ്പോൾ പറഞ്ഞു മലയാളികളുടേതാണ് എന്ന് പറഞ്ഞു. ഞാൻ കയറിയില്ല, കാരണം ഗോവയിൽ പോകുന്നത് സുറിയാനി ഫുഡ് കഴിക്കാനല്ല. പക്ഷേ കേരളത്തിൽ 3 തരത്തിൽ, അതായത് സുറിയാനി ഫുഡുണ്ട്, ലാറ്റിൻ ഫുഡുണ്ട്, അതിനോട് ചേർന്ന് തന്നെ വരുന്നതാണ് ആംഗ്ലോ ഇന്ത്യൻ ഫുഡ്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം കൂടി ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബുക്സ് ടൈറ്റിൽ ഈസ് ഈറ്റിംഗ് വിത്ത് ഹിസ്റ്ററി. ഈറ്റിംഗ് വിത്ത് ഹിസ്റ്ററി നമ്മൾ അതൊന്ന് ഡീപ്പായിട്ട് നമ്മൾ ആലോചിച്ചാൽ വിൽ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഫുഡ് ഹാസ് എ ഹിസ്റ്ററി ദാറ്റ് ഇസ് കം ഫ്രം അതർ ലാൻഡ്സ് ഓൾസോ. അപ്പോൾ ഈ സ്പൈസ് ട്രേഡിൽ കൂടി വന്ന ഓരോ ഇൻഫ്ലുവൻസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഫുഡാണ് വിച്ച് ഐ ഹാവ് റെക്കോർഡഡ്. അപ്പോൾ ഇപ്പോൾ 3 ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ കാര്യം പറഞ്ഞു. ബട്ട് വി ഓൾസോ ഹാവ് ജൂസ് ഹു ആർ ഹിയർ. വി ഓൾസോ ഹാവ് മാപ്പിളാസ് ഓർ ഇസ്ലാം ബേസ്ഡ് ഫുഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 കമ്മ്യൂണിറ്റീസിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് റിസർച്ച് ചെയ്ത് കിട്ടാൻ പറ്റുന്നത് ഇന്ന് കേരളത്തിൽ. കൊച്ചിയിൽ അതൊരു വലിയൊരു സെൻറ്ററാണ് ശരിക്കും പറഞ്ഞാൽ അതിന്. ഇപ്പോൾ ലാറ്റിൻ ആൻഡ് സിറിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹിസ്റ്ററിയിലോട്ട് നമ്മൾ പോകുമ്പോൾ വി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ സിനഡ് ഓഫ് ഡിയാംപോ. അവിടെ വെച്ചാണ് ഒരു ഡിവിഷൻ ഉണ്ടായതും 2 ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയതും ആ ഒരു ചരിത്രമുണ്ട്. Further, if we look into it, we find that the Portuguese influence was minimal in the Syrian cuisine. പക്ഷേ ഈ അച്ചപ്പവും ഓരോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അച്ചപ്പം they say has, some people say came from the Portuguese, part of them say came from the Dutch. So ഇങ്ങനത്തെ there's a combination that happens. Syrian Christians made it famous. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പെപ്പർ എന്ന് പറഞ്ഞ ഒരു സാധനം ഇസ് വാട്ട് വി ഓൾവേസ് ഹാഡ്. പക്ഷേ ഈ നമ്മുടെ ചുമന്ന മുളക്, ഇപ്പം മുളക് പൊടി എല്ലാത്തിലും ഉണ്ടല്ലോ, മീൻകറിയിലോ അതിലും ഇതിലും എല്ലാം. ദാറ്റ് വാസ് ബ്രോട്ട് ബൈ ദ പോർച്ചുഗീസ്. ദേ ബ്രോട്ട് മോർ ദെൻ 300 odd vegetables and fruits into കേരള. നമ്മുടെ കസ്റ്റേർഡ് ആപ്പിൾ തൊട്ട് പപ്പായ തൊട്ട് മുസംബി തൊട്ട് എല്ലാം പോർച്ചുഗീസാണ്. ഇപ്പോൾ ലാറ്റിൻ, സിറിയൻ, ആംഗ്ലോ ഇന്ത്യ എന്ന് പറയുമ്പോൾ ദ കണക്ഷൻ ഇസ് ദാറ്റ് ടു ദ പോർച്ചുഗീസ് ബിക്കോസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഓർ കാത്തോലിസിസം. ദാറ്റ് ഈസ് ദ കണക്ഷൻ. ആ ഒരു ദ ഡിഗ്രി വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻസ് ആണെങ്കിൽ ദേ വിൽ ഹാവ് എ ക്ലോസർ അസോസിയേഷൻ. ലാറ്റിൻസ് ആണെങ്കിൽ ഓൾസോ എൻ അസോസിയേഷൻ, നോട്ട് ആസ് മച്ച്. Syrians ആണെങ്കിൽ because of the separation that happened during the time of Bishop Menzies, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വിൽ ബി ലെസ്. പക്ഷേ എല്ലാം നോക്കുമ്പോൾ ഇറ്റ് ഈസ് റിലിജൻ. ഇത് ഞാൻ എപ്പോഴും പറയും, ഇറ്റ് ഈസ് റിലിജൻ ദാറ്റ് കെപ്റ്റ് ദ കൾച്ചർ ഓഫ് ഫുഡ് ഇൻടാക്ട് ഇൻ കേരള. വിതൗട്ട് റിലിജൻ നമ്മുടെ എല്ലാവരുടെയും ഐഡൻറ്റിറ്റി ആൻഡ് ദ എൻഡ് ഓഫ് ദ ഡേ ആസ് ഇന്ത്യൻസ് ഇസ് റിലിജൻ. അപ്പോൾ ആ ഒരു റിലിജിയസ് ഗ്ലൂ ഇസ് വാട്ട് കെപ്റ്റ് ഇറ്റ് going. കുറേ പറയാനുണ്ട്. I will just go, it will be too much. I think I'll take time here. Okay, so basically ഈ ഒരു question ചോദിക്കുമ്പോൾ the influence of each of these communities by the Portuguese or even by the Dutch and the British to a certain extent is there in Kochi. പക്ഷേ നമ്മളിപ്പോൾ ലാറ്റിൻ, സിറിയൻ, ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു ട്രേസ് ചെയ്ത് വരുമ്പോൾ അതൊരു റിലീജിയസ് ആസ്പെക്റ്റിലാണ് ഇത് എല്ലാം കിടക്കുന്നത്. ഇപ്പോൾ ഒരു ഫീസ്റ്റിന് നമ്മൾ പ്രത്യേക ഒരു കേക്ക് ഉണ്ടാക്കുന്നോ, അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നു ഫോർ ക്രിസ്മസ്, ഈസ്റ്റർ സമയത്ത് അപ്പം ഉണ്ടാക്കുന്നു. വേർ ഇസ് ഓൾ ദിസ് കം ഫ്രം? ഈ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ യെസ്, പോർച്ചുഗീസ് ഇസ് വൺ. പക്ഷേ അപ്പം നമ്മൾ പറയുമ്പോൾ ഒപ്പോ എന്നാണ് ജൂതന്മാർ പറയുന്ന ഒരു വാക്ക്. ഒപ്പോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ്, ഇറ്റ്സ് എ വേർഷൻ ഓഫ് ബ്രെഡിൻ്റെ ഒരു വാക്കാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ എന്നാണ് ബ്രെഡ്
അൺഫെർമെൻറ്റഡ് ബ്രെഡ് വന്ന് പിന്നെ അതിൽ നിന്ന് നമ്മുടെ ന്യൂ ബ്രെഡ്സ് കെയിം. പോർച്ചുഗീസ് ബ്രോട്ട് ദ അവൻസ് ടു ബേക്കിംഗ് ഇൻ ടു കേരള. ബോർമ എന്നാണ് നമ്മൾ പറയുന്നത്, ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിലൊക്കെ ബോർമ എന്നാണ് പറയുക. ദാറ്റ് കൾച്ചർ is because of this ancient historic connection that we as Malayalis have. So that is a very important aspect. ഇപ്പോൾ നമ്മളിപ്പോൾ ജൂതന്മാരുടെ സിറ്റുവേഷൻ എടുത്താലും ഈ അവരിവിടെ വന്നപ്പോൾ ദ ഫസ്റ്റ് കെയിം ഇൻ ദ 3rd century odd. So that is മലബാറി ജ്യൂസ്. പർദേശി ജ്യൂസ് വന്നത് വാസ് മച്ച് ലേറ്റർ, 16th-17th century. ഇവരിവിടെ വരുമ്പോൾ ഇവരുടെ റെസിപ്പീസ് അനുസരിച്ച് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ദേ ആർ കമ്മിങ് ഫ്രം ദ മിഡിൽ ഈസ്റ്റ് സൈഡ്, 3rd century ആ സമയത്ത് കിങ് സോളമൻ്റെ ടെമ്പിൾ ഡിസ്ട്രക്ഷൻ സമയത്തായിരുന്നു അവർ ആദ്യം ഇവിടെ വന്നതെന്ന് പറയുന്നു. ആ ഒരു ഇത് നോക്കുമ്പോൾ ഇവർ ഇപ്പം മിൽക്കും പാലും മീറ്റും അവർ മിക്സ് ചെയ്യത്തില്ല ബൈ ലോ ആൻഡ് കൾച്ചർ, ബൈ കോഷർ ലോ. സോ വാട്ട് ഡു ദേ ഡു? അവർ തേങ്ങാപ്പാൽ കണ്ടുപിടിച്ചു, നമുക്ക് തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ അവരുടെ സെയിം റെസിപ്പി അവിടെ നിന്ന് കൊണ്ടുവന്നത് തേങ്ങാപ്പാലിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. ആൻഡ് ഐ റിമെമ്പർ, ഞാൻ ചെറുതായിരുന്നപ്പോൾ ജൂസ് ഹോംസിൽ പോവായിരുന്നു അച്ഛൻ്റെ അമ്മേരും കൂടെ. അപ്പോൾ അവർക്ക് ഇറ്റ് വാസ് കോൾഡ് മുളക് ഇറച്ചിക്കറി. ഞാനിത് കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു മുളക് ഇറച്ചിക്കറി എന്നൊരു സാധനം ഇല്ല. അത് വിന്താലുവിന്റെ ഒരു ഒട്ടുമല്ല. വെരി ഫാർ അവേ, വെരി ഫാർ അവേ. എന്ന് വെച്ചാൽ ഇവിടെ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് വന്നിട്ടില്ല. ഇത് ജൂതന്മാരുടെ ഒരു ഡിഷാണ്. അതൊരു ലൂസ് ഗ്രേവിയും ആയിരുന്നു, നല്ല എരിവും ഉണ്ടായിരുന്നു, കുറച്ച് തേങ്ങാപ്പാലും ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് എന്നാ പറയുക, അവിടെ കിട്ടുന്ന ഹേർബ്സ് ഒന്നും ഇവിടെ കിട്ടത്തില്ലായിരുന്നു. നമുക്ക് വരുന്നതും കരിവേപ്പിലയും മല്ലിയിലയും അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അപ്പം ആ ഒരു ദോസ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസവും ഫ്ലേവറും ഭയങ്കരമായിട്ട് മാറുന്നു. ആ സ്മോൾ ഇൻഗ്രീഡിയൻറ്റ് ചേഞ്ചസ്. പക്ഷെ ഇന്നും ഞാൻ എൻ്റെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇസ്രായേലിൽ കുറേ നമ്മുടെ മലയാളി ജൂതന്മാരുടെ ഫാമിലീസിനെ കോൺടാക്ട് ചെയ്തു. അവർ ഇന്നും നമ്മുടെ സാധനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഇസ് സോ അമേസിങ്. ഇന്നും അച്ചപ്പം ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ഇന്നും അവർ കൊച്ചീനി റൈസ് എന്ന് പറഞ്ഞൊരു റൈസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് തേങ്ങ ഇട്ട് മഞ്ഞപ്പൊടിയും ഇട്ട് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച ഒരു പുലാവും അല്ല, എന്നാലും ഒരു റൈസ്. സോ യു സി ഹൗ they've taken culture from us and gone to Israel. ഇന്നും പോർച്ചുഗലിലെ ഒരു വൈനുണ്ട്, കൊച്ചീനി വൈൻ, what they make. നമ്മുടെ ഈ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈൻ്റെ ഒരു വേരിയേഷൻ ആണത്. Can you imagine, after so many centuries, there is a wine still there called Kochini wine. നമുക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു കൊച്ചിനി വൈൻ ഉണ്ടെന്ന്. So this intermarrying of culture, intermingling of ideas, the sharing of identities ആണ് ശരിക്കും പറഞ്ഞ ഫുഡിൻ്റെ ഒരു very important position in society. And the beauty is everybody connects to it. അല്ല, നമുക്കൊരു ഡിഫറൻസിയേഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റോ ഒരു പാട്ടിൽ പറയും മീഡിയം. സോ ഇറ്റ്സ് എ സെയിം തിങ്. ഇറ്റ്സ് എ മീഡിയം ദാറ്റ് ഡസ് നോട്ട് ഡിഫറൻസിയേറ്റ് ജെൻഡർ, ക്ലാസ്, കാസ്റ്റ്, റിലിജിയൻ, എനിത്തിങ്. So that, for me, that's why I'm so passionate about this idea of food. അടുത്തായിട്ട് ബോണി തോമസ് സംസാരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം അറബിക് ഫുഡ്, ജൂയിഷ് ഫുഡ്, പിന്നെ ഗുജറാത്തി, മഹാരാഷ്ട്രക്കാരുടെ കൊങ്കണി, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള കൊച്ചിയുടെ ഒരു ഇതുണ്ടല്ലോ അത്. അപ്പോൾ റോസമ്മ ചേച്ചിക്ക് അവസാന അവസരം എന്താണെന്ന് വെച്ചാൽ അമിട്ട് പൊട്ടിക്കുന്നത് അവസാനമായിരിക്കണം. അതുകൊണ്ടാണ്. ഓക്കെ, നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. ഒരു സാഹിത്യോത്സവത്തിൽ ഒരു പ്രദേശത്തിൻ്റെ രുചിയെക്കുറിച്ചിട്ടുള്ള ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യുന്നൊരു വേദി ഉണ്ടാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു, അനുമോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രുചിയുടെ സാഹിത്യമാണ്, അല്ലെങ്കിൽ വിശപ്പിൻ്റെ സാഹിത്യമാണ് രുചി. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നോട്ട് നോക്കിയാൽ കായലിൽ വലതുഭാഗത്ത് കുറേ ദ്വീപുകളുണ്ട്. ഞാൻ ജനിച്ച് വളർന്ന പോഞ്ഞിക്കര ദ്വീപ് ഉൾപ്പെടെ ഒരു വലിയ ദ്വീപ് സമൂഹമുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ പിന്നിൽ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി പ്രദേശമുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ്
ഒരു ഓണക്കാലത്ത് ഞാൻ കൂടി മുൻകൈയെടുത്തിട്ട് അവിടുത്തെ ഹെറിറ്റേജ് സൊസൈറ്റി ഒരു പായസമേള സംഘടിപ്പിച്ചു. ഈ പായസമേളയിൽ ഞങ്ങൾ ചെയ്തത് ഫോർട്ട് കൊച്ചിയിലുള്ള വിവിധ കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് അവർക്കറിയാവുന്ന പായസതരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഓണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വരുന്ന ആളുകൾക്ക് ഓരോ കപ്പ് കൊടുക്കുക. അങ്ങനെ ആ ഒരു പരിപാടി നടത്തിയപ്പോൾ എനിക്ക് അവിടെ ലഭിച്ചത് 16 തരം പായസമാണ്. ഈ 16 തരം പായസത്തിൽ 3 ഒഴികെ ബാക്കിയൊന്നും അന്ന് വരെ ഞാൻ രുചിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു, എൻ്റെ അറിവിനപ്പുറത്തായിരുന്നു. അതിൽ 2 കുറിച്ചിട്ട് പറയാം. ഒന്ന് സുത്തിരിയാക്കി ഗീർ എന്ന് വെച്ചാൽ 2 കുറിച്ച് പറയാൻ കാരണം വെച്ചാൽ അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നതുകൊണ്ടാണ്. സുത്തിരിയാക്കി ഗീർ എന്നൊരു പായസം. ഈ പായസം കൊണ്ടുവന്നത് ദക്കിനി മുസ്ലിംസ് എന്ന് പറയുന്നൊരു സമൂഹമുണ്ട്. അവർ ഉറുദു സംസാരിക്കുന്നവരാണ്. അവരുടെ പൈതൃകം അവർ ഡക്കാൻ പ്രദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലെത്തിയ ആളുകളാണ്. അവരുടെ നാട്ടിൽ അവരുടെ പൂർവികർ ഉണ്ടാക്കിയിരുന്ന അതേ പായസം ഇവിടെ വന്നപ്പോൾ ചില വിഭവങ്ങൾ ഇവിടെ ലഭ്യമല്ലെങ്കിലും ചില വിഭവങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ഉള്ളതിനാലും ഇവയെല്ലാം ചേർത്തിട്ട് അവരുടെ പൂർവികർ പറഞ്ഞ റെസിപ്പി അനുസരിച്ച് ഉണ്ടാക്കിയ പായസമാണ് ഈ പറയുന്ന സുത്തിരിയാക്കി ഗീർ. അത് ഇന്ന് കൊച്ചിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ വേണ്ട പ്രചാരം ലഭിച്ചിട്ടില്ല. കാരണം ഒരു ചെറിയ മൈന്യൂട്ട് കമ്മ്യൂണിറ്റിയാണ്. അത് മാർക്കറ്റിലേക്ക് വന്നാൽ മറ്റ് പായസങ്ങളെല്ലാം ഔട്ടാവും, എനിക്ക് ഉറപ്പാണത്. മറ്റൊരു പായസം എനിക്ക് കിട്ടിയത് ജൈനന്മാരുടെ പായസമാണ്. അവർ കച്ചിൽ നിന്നുള്ള ഒരു ജെയിൻ ഫാമിലി അവർ കൊണ്ടുവന്ന പായസം. അതിനെ പായസമെന്ന് ഞാൻ വിളിക്കാൻ ഇത്തിരി പ്രയാസമാണ്. പായസം ആണെങ്കിൽ പോലും കുറച്ചൊരു സോളിഡാണത്. അതിൻ്റെ പേര് ലപ്പായ. അതായത് കച്ച് എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിൻ്റെ ഒരു മേഖലയാണ്. ആ മേഖലയിൽ നിന്ന് കച്ചിൽ നിന്ന് വന്ന ആളുകളാണ് ഇവർ. കച്ചി ഭാഷ സംസാരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ജൈനന്മാരാണ്. അവർ വെജിറ്റേറിയൻസാണ്. അവരുടെ സമൂഹത്തിലൊരു പ്രത്യേകത ഉണ്ട്. മഴ അധികം കിട്ടില്ല ഈ കച്ച് പ്രദേശത്ത്. മഴ കിട്ടുമ്പോൾ, മഴ ലഭിച്ചാലുടൻ അവരത് ആഘോഷിക്കും. അത് ആഘോഷിക്കുന്നത് ലപ്പായ ഉണ്ടാക്കി വിതരണം ചെയ്തുകൊണ്ടാണ്. ആ ഒരു കസ്റ്റം, ധാരാളം മഴ കിട്ടുന്ന നമ്മളെവിടെയും അവർ കൊണ്ടു നടക്കുകയാണ്. കച്ചിലെ അവരുടെ ബന്ധുക്കളോട് വിളിച്ചു ചോദിക്കും, മഴ കിട്ടിയോ എന്ന് ചോദിക്കും. അവിടെ മഴ കിട്ടിയാൽ ഇവിടെ ലപ്പായ ഉണ്ടാക്കും. ഓക്കെ. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ വിതരണം ചെയ്ത ആ ബ്രെഡ്, ബ്രൂദർ ബ്രെഡ്, അതിൽ ഡച്ച് പൈതൃകം അടങ്ങിയിരിക്കുന്നത് പോലെ ഉറുദു സംസാരിക്കുന്ന ദക്കിനി മുസ്ലിംസിൻ്റെ പൈതൃകം അടങ്ങിയിരിക്കുന്ന ഭക്ഷണം നമുക്കുണ്ട്. അതുപോലെ ജൈന സമൂഹത്തിൻ്റെ കച്ച് പാരമ്പര്യമുള്ള ഭക്ഷണം നമുക്കുണ്ട്. പക്ഷേ ഇവയൊന്നും വേണ്ടത്ര പോപ്പുലർ ആയിട്ടില്ല. ഞാനിനി നിങ്ങളുടെ ശ്രദ്ധ ഈ കായലിൻ്റെ മറ്റൊരു വശത്തേക്ക് ക്ഷണിക്കുന്നു. പോഞ്ഞിക്കര ദ്വീപ്. പോഞ്ഞിക്കര ദ്വീപ് ഇന്നിപ്പോൾ അതൊരു ദ്വീപായിട്ട് കണക്കാക്കുന്നില്ല. കാരണം പാലം കൊണ്ട് കണക്റ്റഡ് ആണ്. അപ്പുറത്ത് കണ്ടെയ്നർ റോഡ് വന്നിട്ടുണ്ട്. ഈ ദ്വീപിന് ഏതാണ്ട് ആ നാട്ടുകാർ പറയുന്നത് 3.5 മൈൽ നീളം എന്നാണ് പറയുന്നത്. നീണ്ടു മെലിഞ്ഞ ഒരു മുളകിൻ്റെ ആകൃതിയിൽ കിടക്കുന്ന ദ്വീപാണ്. ഈ ദ്വീപിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഒറ്റ റോഡാണ്. ഒരു റോഡ്. ഒരു ഞായറാഴ്ച ഉച്ചയോടെ ഒരു 12:30 നിങ്ങൾ പതിയെ ഈ റോഡിൻ്റെ ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കുക. വഴിയരികിലുള്ള ഇരുവശങ്ങളിലുള്ള വീടുകളിൽ നിന്ന് വാസനകൾ നിങ്ങളെ ഹോണ്ട് ചെയ്യും, നിങ്ങളെ വേട്ടയാടും. ഈ വാസനകളുടെ പിന്നാലെ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഓരോ വീട്ടിലും കുറഞ്ഞത് ഒരു നല്ല ഷെഫിനെ നിങ്ങൾ കണ്ടെത്താൻ പറ്റും. ആദ്യത്തെ വീട്ടിൽ നിങ്ങൾ മണക്കുന്നത് ബീഫ് സ്റ്റ്യൂ ആണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് കിട്ടുന്നത് പോർക്ക് റോസ്റ്റിൻ്റെ മണമായിരിക്കും. മൂന്നാമത്തത് താറാവിൻ്റെ ആയിരിക്കും. ഞായറാഴ്ച ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ദിവസമാണ് എല്ലാവരും വീട്ടിലുണ്ടാവുന്നത്. ഇങ്ങനെ പോയാൽ വേറെ ചില വാസനകളും ദ്രാവകപരമായിട്ടുള്ള വാസനകളും ലഭിക്കും. എങ്കിൽ പോലും നമ്മൾ രുചിയുടെ കാര്യം പറയുമ്പോൾ ഇത്തരത്തിൽ
ഒരു വലിയ കൾച്ചർ അവിടെ ഉണ്ട്. അവിടുത്തെ ഒരു ഷെഫ്, സാധാരണ മനുഷ്യനാണ്, ഞാൻ ഷെഫ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത്, പശു എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതൊരു പ്രശ്നമായിട്ട് വരുന്നോണ്ട് ഉപയോഗിക്കുന്നത്, എന്നാൽ പോലും പറയുകയാണ്, ഒരു നാൽക്കാലിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുഖം മുതൽ വാൽ വരെയും മുതുകു മുതൽ കുളമ്പ് വരെയും ഉള്ള ആ ഒരു പശുവിൽ നിന്ന് 26 വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് അവകാശപ്പെടുന്ന ഒരു സുഹൃത്ത് എനിക്ക് പോഞ്ഞിക്കരയിലുണ്ട്. അപ്പോൾ ഇത്ര സമ്പന്നമാണ് നമ്മുടെ ഈ പറയുന്ന രുചി വ്യവസ്ഥ. ഇതിലൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് പലയിടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ പോർട്ടിൻ്റെ തുറമുഖത്തിൻ്റെ സാന്നിധ്യത്താൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് ഭക്ഷണ സമൃദ്ധി അല്ലെങ്കിൽ രുചി സമൃദ്ധി, അതിൻ്റെയൊക്കെ അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മളുടെയും കൂടി കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്, സംഭാവനകൾ കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 26 തരം വിഭവം, അത് പോർച്ചുഗീസുകാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ തന്നെയോ അവർ കൊണ്ടുവന്നത് അതേപടി നമ്മൾ സ്വീകരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അത് നമ്മളെ നാട്ടിലെ കുക്കുകൾ അല്ലെങ്കിൽ നമ്മൾ കോക്കിമാർ എന്ന് വിളിക്കുന്ന ആളുകൾ സ്വന്തം പ്രകാരം കൂടി ഒരുപാട് ഇന്നൊവേഷൻസ് നടത്തിയിട്ടാണ് അതിനെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ. അത് ചേച്ചി തന്നെ അത് പറയും. പുതിയ 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 കാര്യങ്ങൾ ഭക്ഷണ മേഖലയിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ 3 ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് പോഞ്ഞിക്കരയിലും, രണ്ടാമത്തെ ബോംബെയിലും, മൂന്നാമത്തെ ഡൽഹിയിലുമാണ് ജീവിച്ചിട്ടുള്ളത്. ഈ 3 സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ ഓൾഡ് ഡൽഹിയിൽ പോകുമ്പോഴേക്കും നമുക്ക് ഒരു വലിയ സമ്പന്നമായ ഭക്ഷണ നിര അവിടെ കാണാൻ കഴിയും. ബോംബെയിലെ ചില പ്രദേശങ്ങളിൽ നമുക്ക് സമ്പന്നമായ ഭക്ഷണനിര കാണാൻ കഴിയും. അതുപോലെ തന്നെ കൊച്ചിയിലെ ഓരോ ദ്വീപുകളിലും ഓരോ പ്രദേശങ്ങളിലും വീടുകളിലും സമ്പന്നമായ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു നിര നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ്. നമുക്ക് ഈ റോസമ്മ ചേച്ചിയിലേക്ക് വരുന്നതിന് മുമ്പ് സറിനാമ ഒരു കാര്യം, അതായത് ഈ ബേക്കിങ്ങിൻ്റെ കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അതിന് ഒരു തലശ്ശേരി തായ്വഴി ഭയങ്കരമായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ റൊസാരിയോ ബേക്കറിയും കൊച്ചിയും അതിലെങ്ങനെയാണ് ഇടപെട്ടിരുന്നത് അന്നത്തെ ചരിത്രത്തിൽ? അതൊന്ന് പറയാമോ? കാരണം തലശ്ശേരിയാണ് ഭയങ്കരമായിട്ട് ബേക്കിങ്ങിന്റെ തമ്പരാക്കന്മാർ തലശ്ശേരിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. കൊച്ചിയിൽ ആക്ച്വലി വീരകേരളവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ സമയത്ത് 1852 ഇവിടെ റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങേരൊരു ആംഗ്ലോ ഫൈലായിരുന്നു. ഷർട്ടും പാൻറ്റും ധരിച്ച് ഇംഗ്ലീഷിൽ ഡയറി എഴുതി. ആ സമയത്ത് ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് ഫോറിനേഴ്സ് വർ ലിവിങ് ആൻഡ് ട്രേഡിങ് ആൻഡ് ഇറ്റ് വാസ് എ വെരി പ്രോസ്പെറസ് പ്ലേസ്. അപ്പോൾ അവർക്ക് ബേക്ക്ഡ് ഗുഡ്സ് കൊടുത്താൽ അല്ലെങ്കിൽ കഴിക്കാൻ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ അവർ കുറേയും കൂടെ ഹാപ്പി ആയിരിക്കും, ഇവിടെ കുറച്ച് നാളും കൂടെ നിൽക്കും, ട്രേഡ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഒരു ബ്രോഡ്വേയിൽ ഒരു ലാൻഡ് കൊടുത്തിട്ട് ബേക്കറി തുടങ്ങിച്ചത്. തലശ്ശേരിയിൽ ഒരു ഓൾമോസ്റ്റ് 30 വർഷത്തിന് ശേഷമാണ് ബേക്കറി തുടങ്ങിയത്. അവിടെ തലശ്ശേരി പെർ സേ ആസ് എ പ്ലേസ് കുറച്ചും കൂടെ ഒരു കൾച്ചറലി ഇതായിട്ടൊരു മൊണോപ്പൊളിയും കൂടി ഉണ്ടായിരുന്നു തലശ്ശേരി ബേക്കേഴ്സിന്. അവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേക്കറി വാസ് റണ്ണിങ്, you know, it was more like something that kept going day in and day out for years, supplying everyday things, cakes, biscuits, breads to all these people. Okay, yeah. നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ സത്യത്തിൽ അതിനു മുമ്പേ അതിനും പഴക്കമുള്ളതാണ്. ഒരു 30 വർഷം മുമ്പ് 1852 പിന്നെ വൺ തിങ് ഐ കൻ ടെൽ യു ഇസ് ബ്രെഡ് എന്നുള്ളൊരു സാധനം നമ്മുടെ ഇവിടുത്തെ ടു ദ ഫുഡ് സ്കേപ്പ് ഓഫ് കൊച്ചിൻ ബ്രെഡും സ്റ്റ്യൂ കഴിക്കുന്ന ഒരു പാരമ്പര്യം definitely was established because bread was available now in plenty and produced in plenty in the bakery. Also bread crumbs, cutlet ഒക്കെ കോട്ട് ചെയ്യാനായിട്ട് ബ്രെഡ് ക്രംസ് അഗെയിൻ ബിക്കോസ് ഓഫ് അവൈലബിലിറ്റി. ഞാൻ കുറേ കോക്കിമാരായിട്ട് ഇപ്പം മരിച്ചുപോയ കുറേ പേരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയായിരുന്നു
പുഡിംഗ് ഉണ്ടാക്കുമ്പം റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ സാധനം അത്രയും പോപ്പുലർ അല്ലായിരുന്നു. അപ്പം നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഐസ്ക്രീമും ബാക്കി പുഡിങ്സ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇല്ല, അല്ലെങ്കിൽ സ്റ്റീം പുഡിങ്സ് ആയിരിക്കും. പക്ഷേ ഒരു ട്രൈഫിൾ പുഡിംഗ് പോലത്തെ ലെയേർഡ് പുഡിംഗ് യൂസിങ് റിയലി ടേസ്റ്റി സ്പോഞ്ച് കേക്ക് വാസ് പോസിബിൾ, ആൻഡ് ദർ ആർ മെനി വെറൈറ്റീസ് ഓഫ് trifle puddings that the Kokis of Cochin came up with, using very ഈ പറഞ്ഞ പോലെ ഇന്നോവേറ്റീവ്. ഈച്ച് പേഴ്സൺ ഹാഡ് എ സിഗ്നേച്ചർ ട്രൈഫിൾ പുഡിംഗ്. അപ്പോൾ പലരും ഈ കല്യാണത്തിനൊക്കെ പോകുന്നത് പുഡിംഗ് തിന്നാനും കൂടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ കോക്കിയാണെങ്കിൽ അയാൾ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ബട്ട് ഓൾ ദിസ് വാസ് പോസിബിൾ ബിക്കോസ് ദ ബേസിക് സ്റ്റാർട്ടിംഗ് പോയിന്റ് വാസ് എ ഗുഡ് കേക്ക്, which a sponge cake, a sheet sponge cake, which the bakery was able to provide. ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കാൻ പറ്റി. സോ ദാറ്റ് ഗേവ് ബർത്ത് ടു എ ലോട്ട് ഓഫ് ഡിഷസ് ആസ് വെൽ ആസ് വേരിയൻസ് ടു എക്സിസ്റ്റിംഗ് ഡിഷസ്. നമ്മളിനി റോസമ്മ പയ്യപ്പള്ളിയിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് പൊതുവെ നമ്മുടെ കൊച്ചിക്കാരായ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ചാളയെന്നും മറ്റു നാട്ടുകാർ മത്തിയെന്നും പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിന് നമ്മുടെ ഇഷ്ടപ്പെട്ട മത്സ്യമാണ്, നമ്മുടെ ഇഷ്ടപ്പെട്ട വിഭവമാണ്. ഇതിനൊരു പോർച്ചുഗീസ് കണക്ഷൻ സത്യത്തിലുണ്ട്. അത് പക്ഷേ നമ്മൾ അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഈ പോർച്ചുഗലിൽ ഈ അന്തോണിയോസ് പുണ്യാളൻ്റെ പെരുന്നാൾ ഇവിടെയും അവിടെയൊക്കെ ജൂൺ 12, 13 തീയതികളിൽ 13 ഫീസ്റ്റ്, സാന്റ് അന്റോണിയോ ഫീസ്റ്റ്. അപ്പോൾ അതിന് സർദീനിയ അസാദസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാള വറുത്തതാണ്. ചെതുമ്പൽ കളയാണ്ട് ചാള വറുത്തുള്ള സാധനമാണത്. ചെതുമ്പൽ കളയാത്തെന്ന് പറഞ്ഞാൽ നല്ല കല്ലുപ്പിട്ടിട്ട് ഉരച്ച് കഴുകുക എന്നുള്ളതാണ്. ഉരച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നില്ല, അല്ലാതെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ പരലെന്ന് പറഞ്ഞ മീനുണ്ടല്ലോ, ഈ പരലിനേക്കാൾ ചെറുത് തോട്ടിൽ നിന്ന് കിട്ടും. അതിനെ വൃത്തിയാക്കാൻ ഓരോന്നെടുത്ത് കത്തി കൊണ്ട് വെട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് തുമ്പച്ചെടി, വേര് ഒഴിവുള്ള തുമ്പച്ചെടി ഇട്ടിട്ടാണ് അതിനെ ഉരച്ച് വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പലതരം വൃത്തിയാക്കലിൽ തന്നെ പലതരം മാർഗ്ഗങ്ങൾ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഒരു മാർഗ്ഗം അങ്ങനെയായിരുന്നു. ഈ മത്തി അല്ലെങ്കിൽ ചാള, നമ്മുടെ കൊച്ചിക്കാരുടെ ചാള എന്ന് പറഞ്ഞ സാധനത്തിനെ അതിഭയങ്കരമായ പരീക്ഷണങ്ങൾ നടത്തി നമ്മളെ ഞെട്ടിച്ച ആളാണ് ഇരിക്കുന്ന റോസമ്മ പയ്യപ്പള്ളി. 18 വിഭവം. ഗോതുർത്തുകാർ പറയുന്നത് റോസമ്മ ചേച്ചി 100 ചാള കൊണ്ട് 100 തരം കറി ഉണ്ടാക്കുമെന്നാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ ഞാൻ 18 എണ്ണം എന്തായാലും ഉണ്ടാക്കും, അതിൻ്റെ വേരിയേഷൻ ഞാൻ ഒരു 25 വരെ എത്തിക്കും, 100 ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു. 10ാമത്തെ വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. നമുക്ക് കേൾക്കാം. റോസമ്മ ചേച്ചി പറഞ്ഞാട്ടെ 10ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് തുടങ്ങിയതെന്നുള്ളത്. എൻ്റെ 4ാം ക്ലാസ്സിൽ ഞാൻ മലയാളം ആണ് പഠിച്ചിട്ടുള്ളത്. ആ മലയാള ക്ലാസ്സിൽ നിന്ന് പോകുന്നത് ഞാൻ നേരെ മറ്റൊരു വീട്ടിലേക്കാണ്. ആ സമയത്ത് എനിക്ക് അവിടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയാണ് ആദ്യം കിട്ടിയത്. അതിനുശേഷമാണ് ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ 9 വർഷം പിന്നിട്ടിട്ടാണ് കടന്നുപോയത്. അപ്പോൾ അവിടെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വിഭവങ്ങളിൽ ഞാൻ അവർ സഹായിച്ചു. അങ്ങനെ അവരോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു. പിന്നീട് ഞാൻ നാട്ടിൽ പുറത്തേക്ക് അവരുടെ വീട്ടിൽ നിന്നും പുറത്തോട്ട് പോകുന്നതിന് ശേഷം ഞാനിങ്ങനെ ഓരോ വീടുകളിലും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വിളിക്കുമ്പോൾ അവിടെ പോയി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നിട്ടാണ് ഞാൻ അവരുടെ വീടുകളിലെത്തിയത്. അപ്പോഴവിടെ 9 വർഷം നിന്നിട്ടാണ് ഞാൻ അവരുടെ വീട്ടിൽ നിന്നും. അപ്പോൾ അവിടെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് വീടുകളിലൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ പഠിച്ചിട്ടാണ് ഞാനിവിടെ പുറത്തോട്ട് വന്നത്. അപ്പോൾ പിന്നെ കല്യാണ വീടുകളിലും മറ്റുള്ള വീടുകളിലും പലഹാരങ്ങളായിട്ടും ഇന്നിപ്പോൾ എല്ലാത്തിനും പൊടിച്ച് കിട്ടും. അന്ന് ഉലക്കൊക്കെ ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ചിട്ട് വേണം ഓരോ ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ മല്ലി, മുളക്, മഞ്ഞൾ എല്ലാം നമ്മൾ ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ചിട്ടാണ്. ഇന്നിപ്പോൾ മിക്സിയിലും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ അരച്ചതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അന്നെന്ന് പറഞ്ഞാൽ തേങ്ങ ചെല്ലുമ്പോൾ തേങ്ങ നമ്മുടെ കയ്യിൽ തരും. അത് പൊതിച്ചിട്ട് വേണം നമ്മൾ വെട്ടി ചിരണ്ടി എടുത്തിട്ട് വേണം നമ്മൾ ഓരോ ഭക്ഷണങ്ങളും ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഉണ്ടാക്കിയാണ് ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ഓരോ സാധനങ്ങളും ഇങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കി പഠിച്ചത്. അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഓരോരുത്തരെയും അത് നന്നായിരിക്കുന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ അത് ഉണ്ടാക്കണോട്ടാ, ഇവിടെ വരുമ്പോൾ ഇത് ഉണ്ടാക്കണോട്ടാ. അവിടെ നിന്നും മറ്റുള്ള വീടുകളിലേക്ക് നമ്മൾ കല്യാണം കഴിച്ച് പോയേക്കുന്ന വീടുകളുണ്ടാകും. ആ വീട്ടിൽ ആ കൊച്ചിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അവിടെ കൊണ്ടുപോകും. അങ്ങനെ സ്വന്തം വീടുകളിൽ നിന്ന് മറ്റുള്ള വീടുകളിൽ ഇങ്ങനെ കരകളിലേക്ക് പോയി ഒരു ദിവസം ഇന്ന് പോയാലും നാളെ വൈകിട്ടാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് എത്തിക്കുന്നത്.
അങ്ങനെയെല്ലാം ഞാൻ നടന്ന് ജോലി ചെയ്തതാണ്. ഇപ്പോൾ 49 വർഷം ഞാൻ പിന്നിട്ട് ഈ ജോലിയിൽ നിന്ന് വലിയ വലിയ ജോലികളായിട്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഓരോ പള്ളികളിലും 10,000-ങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതിനെ എന്നെ ഓരോരുത്തർ വിളിക്കും, ഓരോ പള്ളികൾ വിളിക്കും. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് ഞാൻ 5,000 പേർക്ക് നമ്മുടെ ഗോതിരുത്ത് പള്ളിയിൽ ഈ ഭക്ഷണം ഉണ്ടാക്കി. അവിടുത്തെ ഒരു കറിയും മറ്റുള്ള ചില്ലറ അച്ചാറുകളും എല്ലാമായിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പോർച്ചുഗീസുകാർ അന്തോണിസുനിയാളുടെ പെരുന്നാളിന് ചാള വറുത്ത് റോഡരികിൽ വെച്ച് ഗ്രില്ലൊക്കെ ചെയ്ത് വഴിയെ പോകുന്ന ആൾക്കാർക്കെല്ലാം കൊടുക്കും. അങ്ങനെ ഇപ്പൊ കൊടുക്കും. വീട്ടില് റോസമ്മ ചേച്ചി വീട്ടില് ചാള കിട്ടുന്ന എല്ലാ ദിവസവും വീട്ടിൽ ചാള ഉണ്ടാക്കുമോ? എല്ലാ ദിവസവും ഉണ്ടാക്കൂല, നമുക്ക് കിട്ടുന്നത് അവസരത്തിലല്ലേ ചാള വരുവുള്ളൂ, ഓക്കെ. എപ്പോഴും വരില്ലല്ലോ. ഞാൻ നെല്ലിക്ക ഇട്ട ചാള ഞാൻ കഴിച്ചിട്ടുണ്ട്. റോസമ്മ ചേച്ചി ഉണ്ടാക്കിയ ചാളക്കറി ഞാൻ നെല്ലിക്കയിട്ട് ചാള ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നെല്ലിക്ക ഇട്ട ചാളക്കറി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചാള ബജി കൊണ്ടുവന്നിട്ടുണ്ട്. ചാള പിന്നെ വേറെന്താ കൊണ്ടുവന്നേക്കുന്നത്? കട്ട്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കട്ട്ലറ്റ് കൊണ്ടുവന്നത്. അപ്പം ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ സമയമില്ല. അടുത്തിരിക്കുന്ന ആൾക്കാർ ഫ്രണ്ട്സ് ആകുക, എന്നിട്ട് പങ്കിട്ട് കഴിക്കുക. കാരണം അതിന് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ആളിപ്പോൾ ഇവിടെ ഉണ്ട്. 30 പേർക്കുള്ള കൊണ്ടുവന്നത്. അപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ സമയമില്ല. അടുത്തിരിക്കുന്ന ആൾക്കാർ ഫ്രണ്ട്സ് ആകുക. ഒരറ്റത്ത് ഒരാളും മറ്റേ അറ്റത്ത് മറ്റേ ആളും പിടിക്കുക. ഇനി ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വിഭവങ്ങളെ കുറിച്ച് ഒന്ന് ചാള നെല്ലിക്ക ഇട്ട് എങ്ങനെയുണ്ട്, അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക് കടക്കാം. ചാള നെല്ലിക്കയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ മനുമുറ്റതെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മിമേൽ അരച്ചിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളെല്ലാം മിക്സിയിലടിച്ച് വഴറ്റി അതിനകത്ത് നെല്ലിക്കയിട്ട് വഴറ്റുകയാണ്. നെല്ലിക്കയിട്ട് വഴറ്റിയിട്ട് ഒന്ന് തിളപ്പിച്ച് നെല്ലിക്കയുടെ പുളി ഇറങ്ങുമ്പോഴാണ് അതിനകത്ത് ചാളയിട്ട് ശരിയാക്കുന്നത്. അങ്ങനെ ചാള അതിൽ കിടന്ന് വറ്റുകയാണ്. എന്നിട്ടാണ് നേരം വെളുത്തിട്ടാണ്, പിന്നലെ വറ്റിച്ച് വെച്ച ചാളയാണ് ഇന്ന് നേരം വെളുത്തിട്ട്. തേങ്ങ അരയ്ക്കാൻ സമയമില്ലല്ലോ, തേങ്ങ പാൽ പിഴിഞ്ഞ് തൻപാൽ ഒഴിച്ച് ഒന്ന് ശരിയാക്കിയിട്ടാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. അതിനുശേഷം അതിനകത്ത് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും ഉള്ളി വറുത്തതും തൂകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നേക്കണ ചാള. ചാളയോട് എത്ര ഇഷ്ടം? അയില ഉണ്ടല്ലോ, അതിനോട് ഇത്ര ഇഷ്ടമല്ലല്ലോ. അയില എല്ലാവർക്കും വയറിന് സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് മൂലക്കുരു എന്നൊക്കെ പറയണ ഒരു അസുഖം ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. 2 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം ചാള എന്നും കഴിച്ചാലും ഒരു പ്രശ്നവുമില്ല. അങ്ങനെയുണ്ട് ചാളയോട്. അതുകൊണ്ടാണ് നമ്മൾ ബ്രൂദർ ബ്രെഡ് എന്ന് വെച്ചാൽ ബ്രെഡ് പോലെ ഇരിക്കുന്ന കേക്ക് ആദ്യം എടുത്തത്. കാരണം വെച്ചാൽ ഈ ചാള എന്ന് പറഞ്ഞാൽ അമിട്ട സാധനമാണ്. അത് ചെന്ന് കഴിഞ്ഞാൽ നാവില് വേറെ ഒന്നും പിടിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ചാള കൊടുത്തുകൊണ്ട് നമുക്ക് ചോദ്യോത്തര വേള ആയാലോ? അതിനെന്താണ്? ആ ബജി നമുക്ക് ആദ്യം തന്നെ അങ്ങ് വിതരണം ചെയ്യാം. അവസാനം ചാളയുടെ അച്ചാറോ ചാറുകളൊക്കെ അവസാനം. എല്ലാം ചെറിയ പ്ലേറ്റുകളും ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ നമ്മുടെ സദസ്സിൽ നിന്ന് ചോദ്യങ്ങളാവാം. പ്രമോദ് മാഷ് അവിടെ ഇരുന്ന് ചോദിക്കാം. നമസ്കാരം, ഞാൻ പ്രമോദ് പള്ളുരുത്തിയിൽ. ഞാൻ റോസമ്മ ചേച്ചിയെ കുറിച്ചിട്ട് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഗോതുരത്തിൽ ഈ 18 തരം ചാള ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതിനൊരു ചരിത്രമുണ്ട്. ഈ ഗോതുരുത്ത് ദ്വീപ് ഒരു ദ്വീപാണത്. നിങ്ങൾ കുറേ പേർക്കെങ്കിലും അറിയാമോ എനിക്കൊന്ന് ഞാൻ കരുതുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ ചവിട്ട് നാടകം ഉള്ള സ്ഥലമാണത്. ചവിട്ട് നാടകം എന്ന കല ഇപ്പോഴും സർവൈവ് ചെയ്യുന്നൊരു സ്ഥലമാണത്. ഇതിൻ്റെ തൊട്ടടുത്താണ് കോട്ടപ്പുറം ഫോർട്ടുള്ളത്. ഒരു കായൽ അങ്ങോട്ട് കടന്നാൽ 2 മിനിറ്റ് 3 മിനിറ്റ് വഞ്ചി തുഴഞ്ഞ് അപ്പുറത്തേക്ക് പോയാൽ കോട്ടപ്പുറം ഫോർട്ടാണ്. ഇവിടെയാണ് പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നത്. പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഗോതുരത്തിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഗോതുരത്തിൽ ഇത്രയധികം നല്ല ഭക്ഷണം, ചാള മാത്രമല്ല, ഏറ്റവും നല്ല മാംസാഹാരം പല രുചികളിൽ വൈവിധ്യത്തിൽ ഉണ്ടാക്കുന്ന ആളുകളാണ് ഗോതുരത്തുകാർ. അത് അവരുടെ വീട്ടിലേക്ക് വരാൻ ഒരു കാരണമായത് ഈ പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റ് തൊട്ടടുത്ത ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അങ്ങോട്ടുള്ള സപ്ലൈസ് ആയിരുന്നു. അങ്ങനെയാണ് ഗോതുരത്തിൽ ഇത്രയധികം റെസിപ്പികൾ വന്നു ചേർന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടുകാർക്ക് അത് കൂടുതൽ അറിയില്ല. അത് ഈ സിറ്റിയിലേക്ക് വന്ന് കൂടി പടരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഗോതുരത്തിലെ ഫുഡ് ഇവിടെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് ഹിറ്റായിരിക്കും. ഞാൻ പ്രമോദ് പള്ളുരുത്തിയിൽ നിന്നാണ്. കേൾക്കാമല്ലോ. ഇവിടെ ചാളയുടെ വിഭവങ്ങൾ പറഞ്ഞു. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എല്ലാം ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവത്തെക്കുറിച്ച് പറയാൻ ചേച്ചിക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഞങ്ങൾ പള്ളുരുത്തിക്കാർ പറയുന്നത് ചാള മുതുകുകുത്തുന്ന എന്നാണ്. അതായത് ചാള ചെതമ്പൽ കളയാതെ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട്
അതിൻ്റെ തലഭാഗത്തുള്ള ചെകള മാത്രം കളഞ്ഞ് അതിൻ്റെ മുതുക് ഭാഗത്ത് നല്ല നീളത്തിൽ കത്തി കൊണ്ട് വരഞ്ഞിട്ട് പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം അരച്ച് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് എണ്ണ ഒഴിക്കാതെ നെയ്യിൽ മാത്രം വെന്ത് വരുന്നതായിട്ടുള്ള ഒരു വിഭവം. ഈ ചെതമ്പലാണ് ആദ്യം ഇതിനോട് പ്രധാനമായിട്ട് ചേർത്ത് കഴിക്കുന്നത്. വളരെ രുചികരമായിട്ടുള്ള ചാളയുടെ ഒരു വിഭവം. മറ്റൊന്ന്, ഇപ്പം ചേച്ചി പറഞ്ഞു അയല ചില മൂലക്കുരുവിൻ്റെ പ്രശ്നം, പക്ഷെ വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാക്കുന്ന അയല കൊണ്ടുള്ള മറ്റൊരു വിഭവമുണ്ട്. അയല, അതും ഞങ്ങൾ പറയുന്നത് തീനി കയറ്റലെന്നോ തല്ലിക്കുറുക്കലെന്നോ പറയും. അതായത് കൈ കൊണ്ട് ഇത് ഉടച്ചിട്ട് അതിൻ്റെ മാംസം എടുത്ത് എന്തൊക്കെയോ വിചിത്രമായ മസാലക്കൂട്ടുകൾ ചേർത്ത് ഈ മസാലക്കൂട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് അത് തലമടക്കി വെച്ചിട്ട് വറുത്തരച്ച് വെച്ച്, എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊന്നും എനിക്കറിയില്ല, അത് വർഷത്തിലൊരിക്കലേ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കാറുള്ളൂ. ഇതും വളരെ ഇപ്പോഴും കൊതിയൂറുന്ന ഒരു വിഭവമാണ്. ഏതായാലും ചേച്ചി ഇത് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം. അതായത് അയല നല്ല പച്ച അയലയായിരിക്കണം. കാട്ടയില എന്ന് പറയുന്ന വലിയ അയല കിട്ടുന്ന ഒരു പ്രത്യേക സീസണിൽ മാത്രമേ ഇതുണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ചെറിയ അയല ഇത് പറ്റില്ല. അതുപോലെ തന്നെ വേറെ ചില മത്സ്യങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് വരാല് ഏതായാലും ഐസ് തൊടാനേ പാടില്ല. ഇതിൻ്റെ ആ സ്കിൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അതുകൊണ്ടാണ് അയലയും വരാലും ഇതുണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഒട്ടും അതിന് ഐസ് ഇടാൻ പാടില്ല. ഐസ് ചേർക്കാതെ വേണം അതെടുക്കാൻ. നമ്മൾ പിടക്കുന്ന അയില എന്ന് പറഞ്ഞാൽ പിടക്കുന്ന അയില തന്നെ എടുക്കണം. അതിനെ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനെ അനക്കാതെ പിടിച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് അത് മയപ്പെടുത്തുന്നത്. കൈ കൊണ്ട് മയപ്പെടുത്തിയിട്ട് അതിൻ്റെ മുള്ളൊടിച്ച് ആദ്യം തന്നെ 2 സൈഡിൽ മുള്ളൊടിക്കണം. മുള്ളൊടിച്ചിട്ടാണ് അതിനെ വലിക്കേണ്ടത്. അതിനെ വലിച്ചിട്ട് തല ഒടിക്കാതെ വെച്ചിട്ടാണ് ഇതിനെ വലിച്ച് എടുത്തിട്ടുണ്ട്. എങ്ങും പുറം തോലൊന്നും പൊട്ടാൻ പാടില്ല. പൊട്ടിയാൽ അതെല്ലാം പിന്നെ അതിൽ കൂടി തീനി കയറ്റുമ്പോൾ ഇതാകും. ഈ തീനി കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനകത്ത് അല്പം തേങ്ങ ചിരണ്ടിയത് അത് ഒന്ന് പതുക്കെ ഒതുക്കിയെടുക്കണം. അന്നെന്ന് പറയുന്നത് കല്ലുമ്മല ഒതുക്കിയിട്ടാണ് ഇത് ചെയ്യണത്. ഇപ്പം തേങ്ങ ചിരണ്ടിയിട്ട് അത് പതുക്കെ മിക്സിയിലടിക്കാൻ സാധിക്കും. ഇപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് കിട്ടുമ്പോൾ. ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുൻപത്തെ അയില കിട്ടുന്നില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഞ്ചിയിൽ കയറി വരും, നല്ല ഏറ്റത്തിൽ കയറി വന്ന അയിലയെന്ന് പറഞ്ഞാൽ നേരം കൊണ്ടുവരുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസം എത്തിയിട്ടൊക്കെയാണ് ഇത് വന്നത്. അപ്പം നമുക്കത് അതുപോലെ ഉണ്ടാക്കി തോല് പൊട്ടാതെ എടുക്കാൻ സാധിക്കില്ല. മുന്നേ അതങ്ങനെ ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കും. അതിനകത്ത് തീനി കയറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഗ്രീഡിയൻസ് പറയുമല്ലോ. അതിനകത്ത് തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, കൂടുതൽ ഉള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, ഇത്രയെല്ലാം വഴറ്റിയെടുത്തിട്ട് നല്ല ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ നമ്മൾ എടുത്തു വെച്ച മാംസം ഉണ്ടല്ലോ, ആ മാംസവും കൂടി ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്യണത്. വഴറ്റി നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കും പോലെ തന്നെയുള്ള ഇത് ചേർത്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അത് ഉരുട്ടി പതുക്കെ ഇതിനകത്ത് നിറച്ചിട്ടാണ് മല്ലി, മുളക്, മഞ്ഞൾ ചേർത്ത് ഒരു തേങ്ങാപ്പാൽ തിളപ്പിക്കും. ആ തേങ്ങാപ്പാൽ തിളപ്പിച്ച് നല്ല കുറുകൻ പാലായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇത് മുക്കി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിടന്ന് വെന്തെടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ കറി അങ്ങനെ തന്നെ പൊക്കി പ്ലേറ്റിലോട്ട് വെച്ചിട്ട് മുറിച്ചാണ് എല്ലാവരും കഴിക്കണത്. വറക്കാൻ സാധിക്കൂല. അതിൻ്റെ തീറ്റ് മുഴുവനും നമ്മൾ വറുത്ത് കഴിഞ്ഞല്ല. പിന്നെ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന അതിലേക്ക് ഒഴിച്ചിട്ട് എടപ്പാലിൽ മുഴുവൻ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം തൻപാലൊഴിച്ച് ഉള്ളി വറുത്ത് തൂകിയിട്ടാണ് നമ്മൾ. അടുത്ത ചോദ്യം, നമുക്ക് പാചകവിധിയെക്കുറിച്ചുള്ള സംശയം റോസമ്മ ചേച്ചി പുറത്തിറങ്ങി നിന്നിട്ട് ഈ സെഷൻ കഴിഞ്ഞിട്ട്. എൻ്റെ പേര് മിലൻ എന്നാണ്. ഞാൻ റോസമ്മ ചേച്ചിയുടെ അയൽ ഗ്രാമമായ തുരുത്തിപ്പുറമാണ് എൻ്റെ സ്ഥലം. കല്യാണം കഴിച്ചിരിക്കുന്നത് പള്ളിപ്പുറം. ഇതുപോലെ തന്നെ ഫുഡിൻ്റെ ഒരു ട്രഡീഷനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സംശയമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ചർച്ച, ഒരു
സാധാരണ ഒരു ഡിസ്കോഴ്സിൽ കൊച്ചിയുടെ രുചികൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടതുപോലെ ഒരു ഹൈബ്രിഡ് കൈൻഡ് ഓഫ് ഫുഡ് കൾച്ചറാണ്. നേരത്തെ ഇപ്പം മാഡം ഒക്കെ പറഞ്ഞ പോലെ ഇൻ്റർ കൾച്ചറൽ ഇൻ്റർ റിലീജിയസ് ഡിസ്കോഴ്സ്, ഇൻ്റർ റിലീജിയസ് ആയിട്ടുള്ള ഒരു രുചികളുടെ ലോകത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, വൈ കാൻ വി ഓർ ഈസ് ഇറ്റ് നെസസറി ടു ഹൈലൈറ്റ് ദി ഇൻഡിജിനസ് ഫുഡ് കൾച്ചർ, ഇൻഡിജിനസ് ടേസ്റ്റ്, ഇൻഡിജിനസ് റെസിപ്പീസ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒന്നുകിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇൻഫ്ലുവൻസിലൂടെ, അല്ലെങ്കിൽ വിദേശ മതങ്ങളുമായിട്ട്, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ, ബോണി സാർ പറഞ്ഞ പോലെ ഗുജറാത്ത് അല്ലെങ്കിൽ ജെയിൻ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസിലൂടെയുള്ള ഇതുകളെയാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള റെസിപ്പീസ് അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള ഇതിനെയും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടതില്ലേ? ഇപ്പം മാഡത്തിൻ്റെ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ടൈറ്റിൽഡ് ഈറ്റിംഗ് വിത്ത് ഹിസ്റ്ററി. സോ ഈസ് ദർ എനി അറ്റംപ്റ്റ് ടു അൺഎർത്ത് ദി ഇൻഡിജിനസ് ടേസ്റ്റ് ഇൻ യുവർ ബുക്ക്? I have, can you hear me? So basically my research is on the spice route and the spice trade. അതുകൊണ്ടാണ് the title is such and things like that. From my perspective of your question, ഇപ്പൊ നമ്മുടെ ചരിത്രം നോക്കിയാൽ, കേരളത്തിലെ ചരിത്രം നോക്കിയാൽ, the kind of influence പുറത്തുനിന്ന് വന്നേക്കുന്നത് ഹാസ് ബിൻ ഫോർ സെഞ്ചുറീസ്. ഇത് ഇന്നലത്തെ ഒരു 100 വർഷത്തെ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഓൾമോസ്റ്റ് 2000 ഇയേഴ്സ് ക്രൈസ്റ്റിന്റെ സമയത്തുള്ള ക്രിസ്ത്യാനിറ്റിയാണ് നമുക്കിവിടെ ഉള്ളത്. ക്രിസ്ത്യാനിറ്റി ഇസ് ആസ് ഓൾഡ് ആസ് ക്രിസ്ത്യാനിറ്റി ഇൻ കേരള. അപ്പോൾ അവിടെ ആ ഒരു പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ ദ ചേഞ്ചസ് ഹാവ് ബിൻ വെരി വെരി ഡീപ്പ്. ഇപ്പം നമ്മൾ ഇൻഡിജീനിയസ് ഒരു yes, but those communities are largely from a tribal point of view. You know, but എൻ്റെ റിസർച്ച് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. സോ ഐ എം നോട്ട് എൻ അതോറിറ്റി ടു സേ ദാറ്റ്. ഉണ്ട്, പക്ഷെ ലാർജ്ലി വി വർ വെജിറ്റേറിയൻസ്, സം ഓഫ് us were ഫിഷ് ഈറ്റേഴ്സ്. പക്ഷെ ഒരു മീറ്റ് കൾച്ചറോ അത് ഈ വിനാരി വെച്ച് ഉണ്ടാക്കുന്നത് അതൊക്കെ പോർച്ചുഗീസ് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ വിനാരി ഒന്നും ഇവിടെ ഇല്ല. വിനാരി ഫോർ കുക്കിംഗ് വാസ് നോട്ട് ദെയർ. വിനാരി ഫോർ പിക്ലിംഗ് ഉണ്ടായിരുന്നു. ബട്ട് ദ ഐഡിയ ഓഫ് ബ്രിങ്ങിങ് ഇപ്പൊ പണ്ട് എനിക്കും തന്നെ ഓർമ്മയുണ്ട്, ചേനമംഗലത്ത് നിന്ന് ജൂതന്മാരുടെ ഈ സ്ത്രീകൾ അവരുടെ ഫീസ്റ്റ് കഴിഞ്ഞ് റേസിൻസിന് ബാക്കി ഉണ്ടായിരുന്നതാണ് വൈൻ ഉണ്ടാക്കിയിട്ട്. ആ റേസിൻസ് വെച്ച് അവര് ചൊർക്കം ഉണ്ടാക്കും, വിനാരി. അത് അവര് വഞ്ചിയിൽ കൊണ്ടുവന്ന് ഫോർട്ട് കൊച്ചിയിൽ വിൽക്കും. സോ ദോസ് തിങ്സ് കനോട്ട് ബി ചേഞ്ച്ഡ്. പക്ഷെ ആ ഇൻഡിജീനിയസ് നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് പോയാൽ it's a very raw culture. It's a very raw culture because we have been infiltrated in layers and layers and layers. Somebody should do it for sure. Definitely, there's scope for so much of research. Yes.